ബെഞ്ചമിൻ ചേട്ടാ, എന്താ മോനെ? ഇതെന്താ സംഭവം? ഇതാണ് പൈറൈറ്റ് സ്റ്റോൺ. പൈറൈറ്റിൻ്റെ 2 സ്ട്രക്ചറാണ് നമ്മൾ കാണിച്ചു തരണേ. ഇത് ക്യൂബിക് സ്ട്രക്ചറാണ്. പിന്നെ ഇത് നമ്മൾ ഒരുപാട് ഷോപ്സിൽ കണ്ടിട്ടുള്ള ഒരു പൈറൈറ്റിൻ്റെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഒരുമിച്ച് അടങ്ങിയിരിക്കുന്ന ഒരു ക്ലസ്റ്റർ ഷേപ്പിൽ ഫോം ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഷോപ്സിലൊക്കെ പോകുമ്പോൾ ഇത് ഒരുപാട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റോൺസ് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു സ്റ്റോൺ ആയിട്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്റ്റോണാണ്. ഇത് ഫിനാൻസ് ആയിട്ടും അതുപോലെ തന്നെ വെൽത്ത് ആയിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോണാണ് ഈ പൈറൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ. പക്ഷേ ഈ സ്റ്റോൺ 4 ലക്ഷം വർഷം മുമ്പ് തൊട്ട് തന്നെ പ്രീ ഹിസ്റ്റോറിക് ഹ്യൂമൻസ് അവർ തീ കത്തിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നൊരു സ്റ്റോണാണ് ഈ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് ഫൂൾസ് ഗോൾഡ് എന്നും ഈ സ്റ്റോൺസിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇത് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഗോൾഡൻ സ്ട്രക്ചർ വരുന്ന കാരണമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ഭയങ്കര റയറാണ്. ഈ പൈറൈറ്റിൻ്റെ ക്യൂബിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അധികം ആൾക്കാരൊന്നും ചെയ്യാത്തൊരു സംഭവമാണ് ഇതിൻ്റെ ക്യൂബിക് സ്ട്രക്ചറിലുള്ള പൈറൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഏത് ഷേപ്പിലും ഏത് സ്ട്രക്ചറിലും ഏത് വെയ്റ്റിലും നിങ്ങൾക്ക് എന്ത് സ്റ്റോൺ വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രേസ്ലെറ്റ്സിൽ എല്ലാവിധ കസ്റ്റമൈസേഷനും ചെയ്യാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ കളക്ഷൻ നമ്മുടെ ഇവിടെയാണ്. 250+ നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്ന് മെസ്സേജ് അയച്ചാലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്ന് മെസ്സേജ് അയച്ചോ എന്ത് സ്റ്റോൺ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും.